11 മാസം അടിച്ചു പൊളിച്ച് നടന്നില്ലേ? 1 മാസം അല്ലാഹ്ക്ക് വേണ്ടി മാറ്റിവേ. 11 മാസം തിന്നും കുടിച്ചും സുഖിച്ചും നടന്നില്ലേ? ആസ്വദിച്ചുകൊണ്ട് എത്ര നേരം അതിനാണ് പഠിച്ചവന് 5-6 നേരം. പിന്നെ ഇപ്പത്തെ നോമ്പൊന്നും പറയാതിരിക്കല നല്ലത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരിക്കും. എന്നിട്ട് ആ പട്ടിണി ഇരുന്നിട്ട് നോമ്പ് തുറക്കുന്ന കണ്ട പ്രതികാരം ചെയ്യുന്ന പോലെ. എന്താ തീറ്റിന്നറിയോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരുന്ന് പഠിച്ചവന്. എന്നിട്ട് സാധാരണ പണ്ട് റമദാൻ മാസം കഴിയുമ്പോൾ തടി കുറയും. ഇപ്പൊ റമദാൻ കഴിയുമ്പോൾ തടി കൂടുക. കാരണം എന്തേ? പഠിച്ചവനെ നോമ്പ് തുറക്കുമ്പോ വസ്വാസ ഏതെടുക്കണം പഠിച്ചവനെ? പൊരിച്ചതിരിക്കുന്ന, ചുട്ടതിരിക്കുന്ന, കരിച്ചതിരിക്കുന്ന. നോമ്പ് തുറക്കണ സമയത്ത് തന്നെ ഡൈനിങ് ടേബിൾ നിറഞ്ഞു. അതങ്ങോട്ട് തിന്നിട്ട് ഏമ്പക്കവും വിട്ടുകൊണ്ട് അങ്ങോട്ട് കയറി മഗ്‌രിബ് അങ്ങോട്ട് നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് അടുത്തത്. അൽഹംദുലില്ലാഹ് പഠിച്ചവനെ നരച്ചിക്ക്. അങ്ങനെ അതെല്ലാം കൂടെ വലിച്ചു കയറ്റിയിട്ട് എങ്ങനെങ്കിലും വെട്ടുപോത്ത് കിടക്കണ പോലെ ഒന്ന് ചാരി എവിടെങ്കിലും കിടക്കും. കടന്നിട്ട് ആശായ്ക്ക് വാങ്ക് വിളിച്ച് എങ്ങനെയെങ്കിലൊക്കെ എഴുന്നിട്ട് പള്ളിയിൽ വന്നിട്ട് 20 റക്അത്ത് നിസ്കരിക്കുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞു. വീണ്ടും വീട്ടിൽ പോയിട്ട് അടുത്തത്. അതും തിന്നു കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലൊക്കെ കുറച്ചു നേരം കാര്യമൊക്കെ പറഞ്ഞ് കിടക്കും. പടച്ചവനെ അടുത്തങ്ങോട്ട് എഴുന്നേറ്റിട്ട് രാവിലെ ഒരു തീറ്റി. എന്നരച്ചിക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ നോമ്പ് ഇങ്ങനെ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്മകൾ അധികമായിട്ട് ചെയ്യും. നന്മകൾ അധികമായിട്ട് ചെയ്യ്. പരിശുദ്ധമായ റമദാൻ മാസം എന്തേ പ്രത്യേകത? എന്തേ? റമദാൻ മാസത്തെ അല്ലാഹു ആദരിച്ച മാസമാ. കളിക്കല്ലടാ ചെറുപ്പക്കാരാ, ഈ മാസം അല്ലാഹു ആദരിച്ച മാസമാ. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദരിച്ച ബഹുമാനിച്ച മാസം. സാധാരണ മാസമല്ല ഈ മാസം. ഈ മാസത്തിന് അല്ലാഹു ആദരിച്ചു എന്ന് ചരിത്രം പറയുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, 4 കിതാബുകളുണ്ട് ഇല്ലേ? 4 ഗ്രന്ഥങ്ങളില്ലേ? തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, വിശുദ്ധ ഖുർആൻ. 4 ഗ്രന്ഥങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് അല്ലാഹു കൊടുത്തത് റമളാനിന് 1-നായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. റമളാൻ 1-ലാണ്. റമളാനിന്റെ 1-ാമത്തെ ദിവസമാണ് തൗറാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം അല്ലാഹു കൊടുത്തത്. ആർക്ക്? തൗറാത്ത് മൂസാ നബി അലൈഹിസ്സലാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സബൂർ, ഇഞ്ചീൽ എന്ന് പറയുന്ന കിതാബ് അല്ലാഹു കൊടുത്തത് റമളാൻ 11-ാം രാവിലെ. 11-ാം രാവിലെ. സബൂർ എന്ന് പറയുന്ന കിതാബ് കൊടുത്തത് റമളാൻ 17-ാം രാവിലെ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, പള്ളിക്കകത്തിരിക്കുന്ന ഖുർആൻ ഇറങ്ങിയ മാസമേതാ? റമളാൻ അവസാനം. 4 കിതാബുകൾ ഇറക്കുന്നതിന് വേണ്ടി പടച്ച റബ്ബ് തീരുമാനിച്ച മാസം റമളാൻ മാസമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഇത് അല്ലാഹുവിന്റെ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഇത് അല്ലാഹുവിന്റെ ഖുർആൻ ഇറങ്ങിയ മാസമാ. നിങ്ങളെ ഖുർആൻ എന്താണെന്ന് നിനക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ല. പഠിച്ചവനെ, വീടിന്റെ അകത്തും പള്ളിക്കകത്തും പൊടിയടിച്ചിരിക്കുകയാണ്. അതൊന്നെടുക്കു പെങ്ങള്. ഖുർആനിന്റെ മഹത്വം അറിയാത്തവളെ പോലെ നടക്കല്ലേ. എന്തേ നിന്റെ വീടിന്റെ അകത്ത് സമാധാനമില്ലാത്തത്? എന്തേ നിന്റെ വീടിന്റെ അകത്ത് സന്തോഷമില്ലാത്തത്? എന്തേ നിന്റെ വീടിന്റെ അകത്ത് ബറക്കത്ത് നഷ്ടപ്പെട്ടു പോയത്? എന്തുകൊണ്ടാണ് പഠിച്ചവനെ നിനക്ക് കിട്ടിയാൽ തികയാത്തത്? അതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ മഹത്വം നമുക്കറിയാനട്ടാ. ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ശഫീഅൻ ലി അസ്ഹാബിഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, പടച്ചവനെ അത് ഓതുന്ന മനുഷ്യന് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് ആ ഖുർആൻ അവനെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോവുകയാ. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു റമളാനിന്റെ 1-ാമത്തെ രാത്രിയില് പള്ളിയിലേക്ക് കടന്നു വരുമ്പോ പള്ളിക്കകത്തിരുന്ന് ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കുകയാ. റമളാനിന്റെ 1-ാമത്തെ രാവിലെ അല്ലാഹുവിന്റെ പള്ളിക്കകത്തിരുന്ന് ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കുമ്പോ അലിയാര് തങ്ങൾ നോക്കുന്നു, ആരാ അല്ലാഹ്, ആരാണ് ഖുർആൻ ഓതുന്നത്? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്
ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പള്ളിക്കകത്തിരുന്ന് ഖുർആൻ ഓതുകയാ. റമദാനിന്റെ ഒന്നാമത്തെ രാവിലെ ആ രംഗം കണ്ടപ്പോ അലിയാര് തങ്ങൾ ദുആ ചെയ്യുന്നു, അല്ലാ നിന്റെ പള്ളി അലങ്കരിച്ചതുപോലെ, അല്ലാഹുവേ പടച്ചവനെ നിന്റെ പള്ളി അലങ്കരിച്ചതുപോലെ ഉമറിന്റെ ദുനിയാവും ആഖിറവും നീ വെളിച്ചമാക്കണേ അല്ലാ എന്ന് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ദുആ ചെയ്തെന്ന് ചരിത്രം പറയുമ്പോ ഈ നാട്ടുകാരോട് പറയുകയാ, പള്ളി അലങ്കരിക്കേണ്ടത് ഇതുപോലെ ലൈറ്റ് ഇട്ടിട്ടല്ല, മനോഹരമായ ലക്ഷങ്ങളുടെ ലൈറ്റ് പള്ളിക്കകത്തിട്ടിട്ടല്ല, AC വെച്ചിട്ടല്ല. പടച്ചവനെ പിന്നെ എങ്ങനെയാണ് അലങ്കരിക്കേണ്ടതെന്നറിയുമോ? എങ്ങനെയാണ് പ്രകാശിപ്പിക്കേണ്ടതെന്നറിയുമോ? ഈ പള്ളിയുടെ ഏതോ ഒരു സൈഡിൽ അലമാരിക്കകത്ത് കഴിഞ്ഞ റമദാനിൽ വെച്ചിരിക്കുന്ന ആ ഖുർആൻ അതുപോലെ ഇരിക്കുന്നുണ്ട് മോനെ. അതെടുത്തു വെച്ച് ഓതടാ, അതെടുത്തു വെച്ച് പാരായണം ചെയ്യൂ, അല്ലാഹുവിന്റെ പള്ളി പ്രകാശിപ്പിക്കൂ, അല്ലാഹുവിന്റെ പള്ളി അലങ്കരിക്കൂ. പെങ്ങളെ, ടിവിയുടെ അടിയിൽ കിടക്കുന്നുണ്ട് ഖുർആൻ, തട്ടുംപുറത്ത് കിടക്കുന്നുണ്ട്, അലമാരിയുടെ മുകളിൽ പൊടിയടിച്ച് കിടക്കുന്ന ഖുർആൻ എടുത്തിട്ടൊന്ന് തുടയ്ക്കുമ്മ, എന്നിട്ട് ഓതാൻ തുടങ്ങിക്കോ, നിന്റെ വീട് പ്രകാശിപ്പിക്കോ. നീ പറയുന്നല്ല ഉസ്താദേ സമാധാനമില്ല, എത്ര കിട്ടിയാലും തികയുന്നില്ല, ജീവിതം കണ്ണീരിലാണ്, ജീവിതം കണ്ണീരിലാണ്, എന്തോ ശാപം കിട്ടിയതുപോലെ നമ്മൾ അലയുകയാ, ഗതിയില്ലാത്ത പ്രേതമലയുന്നത് പോലെ. പടച്ചവരെ, ലക്ഷങ്ങൾ കൊടുത്ത് വീട് പണിതിട്ട് അതിനകത്ത് കിടന്ന് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ജീവിക്കുന്ന മുസ്ലിമേ, അതിന്റെ കാരണമെന്തെന്നറിയുമോ? നീ പറയുന്നത് സത്യമാണ്. ലക്ഷങ്ങൾ കൊടുത്ത് വീട് കെട്ടിയിട്ട് സമാധാനമില്ല, സന്തോഷമില്ല, എന്നിട്ട് പറയുക ശാപം കിട്ടി ഉസ്താദേ, പ്രാക്ക് കിട്ടി ഉസ്താദേ, സമാധാനമില്ല ഉസ്താദേ. നീ പറഞ്ഞത് സത്യമാ, നാട്ടുകാരുടെ ശാപമല്ല, നിന്റെ വീടിന്റെ അലമാരിക്കകത്ത് അടുക്കി വെച്ചിരിക്കുന്ന ഖുർആനിന്റെ ശാപം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സൗദി അറേബ്യ പോയിട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, നിരത്തി 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 നിരത്തി. എന്താ കാഴ്ച ബംഗ്ലാവാ? വീടിന്റെ അലമാരിക്കകത്ത് കൊണ്ടുവന്ന് നിരത്തി വെച്ചിട്ടുണ്ട്. തുറക്കാറുണ്ടോ നിങ്ങൾ ആരെങ്കിലും? വീടിന്റെ അലമാരിയിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കാൻ വെച്ചിരിക്കുന്ന ഖുർആൻ, അത് നിന്നെ ഇനിയൊന്ന് തുറക്കാറുണ്ടോ ഉമ്മ? അതിങ്ങനെ ശപിക്കാൻ നിന്നെ അല്ലാ തൊടുന്നു പോലും ഇല്ല പടച്ചവനെ. ഈ പൊടിയെങ്കിലും, അതിന്റെ മുകളിലിരിക്കുന്ന പൊടിയെങ്കിലും ഒന്ന് തുടയ്ക്കാൻ പടച്ചവനെ നിങ്ങൾ ആലോചിക്കേ. പല വീടുകളിലും പോകുമ്പോ ഖുർആനിന്റെ ആ മുകളിലുള്ളതിന് എന്താ പറയാ? ഇവിടെ ഈ ഖുർആനിന്റെ ഏറ്റവും മുകളിലൊരു ചട്ടയുണ്ടല്ലോ, എന്താ പറയാ? അങ്ങനെ ചട്ട എന്ന് പറഞ്ഞാൽ അറിയോ? വീട്ടിൽ പോയി നോക്ക് ഖുർആൻ ഉണ്ടോന്ന്. നിന്റെ വീട്ടിലിരിക്കുന്ന ഖുർആനിന് അതിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഒരു ചട്ട ഉണ്ടല്ലോ, ആ മുകളിലത്തെ പേപ്പർ ഇല്ല, അലമാരിയുടെ മൂടി ഇട്ടിരിക്കട്ടെ. ഞാനിങ്ങനെ ചിന്തിച്ചു, അല്ലാഹു പഠിച്ചവരെന്ന് ആലോചിക്കേ. എന്നിട്ട് നിനക്ക് ബറക്കത്തില്ല ഇല്ലേ? അറിയോ ഖുർആൻ എന്താന്ന്? ഖുർആൻ എന്താണെന്നറിയോ? ഖുർആനിന്റെ മഹത്വം അറിയുമോ? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ റഅയ്തഹു ഖാസിഅൻ മുതസദ്ദിയൻ മിൻ ഖസിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഞാനും നിങ്ങളും കളിക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ, നിസാരമായി കള്ളുന്ന ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ എങ്ങാനും ഒരു പർവ്വതത്തിന്റെ മുകളിൽ ഇറക്കിയിരുന്നെങ്കിൽ, ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് അള്ളാഹു ഈ പരിശുദ്ധമായ ഖുർആനിനെ ഇറക്കിയതെങ്കിൽ പേടിച്ച് അത് ധൂളികളായി പോകുമായിരുന്നു എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, നമുക്ക് അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനിന് നൽകേണ്ട മഹത്വവും പവിത്രതയും നമ്മൾ നൽകാറില്ല. കളി. ഒറ്റ ഉദാഹരണം ചോദിക്കട്ടെ, ഒളുവില്ലാതെ ഖുർആൻ എടുക്കാൻ പറ്റുമോ? ഒളുവില്ലാതെ ഖുർആൻ എടുക്കാൻ പറ്റുമോ? ഇല്ല. ആർക്കെങ്കിലും എടുക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും എടുക്കാൻ പറ്റുമോ? ആർക്കാ എടുക്കാൻ പറ്റുക? കുട്ടികൾക്കില്ലേ? അല്ലേ? കുട്ടികൾക്കല്ലേ ഖുർആൻ എടുക്കാൻ പറ്റും? ഒളുവില്ലാതെ ഖുർആൻ എടുക്കാൻ പറ്റൂലേ? എന്താ അമീനാത്ത എടുക്കാൻ പറ്റൂലേ? എപ്പോഴും
പഠിക്കുന്നതിന് വേണ്ടി അല്ലേ? എന്തിനാണ് പഠിക്കുന്നത്? ഉസ്താദ് വീട്ടിൽ പോയി, അല്ലെങ്കിൽ ഭർത്താവ് വീട്ടിൽ പോയി, ആമിന ഖുർആൻ ഇട്. ആമിനായിക്ക് ഒന്നുമില്ല, ഉടനെ മോനെ വിളിച്ചിട്ട് പറയണ്ട ഖുർആൻ എടുത്തോണ്ട് കൊടു. പെണ്ണുങ്ങൾ പറയാറുണ്ട്, വീട്ടിൽ ചെന്നിട്ട് പടച്ചവനെ ഖുർആൻ എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഉമ്മായിക്ക് ഒന്നുമില്ല, പാപ്പായ്ക്ക് ഒന്നുമില്ല. ഉസ്താദ് ഖുർആൻ ചോദിക്കുന്നുണ്ടാ, പോയി എടുത്തോണ്ട് വേടാ ഖുർആൻ. ആരോട്? മോനോട്. എടുക്കാൻ പാടുണ്ടോ? എന്തേ പൊന്നെ, എടുക്കാൻ പാടുണ്ടോ? എന്തേ? നിന്റെ മക്കളോട് എന്തേ പറഞ്ഞത്? ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി എടുക്കാന്നാ പറഞ്ഞത്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എടുക്കാം. മദ്രസയിൽ വരുമ്പോൾ ഒന്നുമില്ല, ഖുർആൻ കൊണ്ടുവന്ന് പഠിക്കാം, കുഴപ്പമില്ല. പക്ഷെ നിനക്ക് ഓതുന്നതിന് വേണ്ടി നീ ഒന്നുമില്ലാത്തത് കാരണം ഈ ഒന്നുമില്ലാത്ത മക്കളെ കൊണ്ട് എടുപ്പിക്കുന്നത് നിനക്ക് ഓതാനല്ലേ? എടുക്കാൻ പാടുണ്ടോ? പാടില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതാ ഖുർആൻ, അതാ ഖുർആൻ. മക്കളെ കൊണ്ട് പോലും അവര് പഠിക്കാനാണെങ്കിൽ എടുക്കാം. നിന്റെ മക്കൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ ഖുർആൻ എടുക്കാം. മറ്റൊരുത്തന് എടുത്തു കൊടുക്കണമെങ്കിൽ ഒതുവെടുക്കണം. അതാ മനസ്സിലാക്കേണ്ടത്. നീ തമാശ നീ കൊടുക്കണമെങ്കിൽ നീ പോയി ഒതുവെടുത്തിട്ടെടുക്ക്. ഖുർആനുമായിട്ടൊരു 10 സൂറത്ത് അറിയോ? ഖുർആനിലെ ഒരു 10 സൂറത്ത് ഓതാൻ അറിയോ? അതെങ്ങനെ? യൂട്യൂബിലെ വൈറലായ പാട്ടി വെച്ച് ആമിനെ ചാടി എഴുതിയിട്ട് ഇന്ന് പാടും. ഖുർആൻ നേരെ ഓതാൻ എത്ര സൂറത്തുകൾ ഞാൻ നിങ്ങളും പഠിച്ചിട്ടുണ്ട്. ഖുർആൻ ചിലരൊക്കെ ഖുർആൻ ഓതുന്നത് കണ്ട പടച്ചവനെ അമ്പലത്തിൽ രാമായണം വായിക്കുന്ന പോലെ എന്താപ്പാ എന്ന് വായിച്ചു വയ്ക്കില്ലേ? എന്തൊക്കെ കഷ്ടപ്പാടെന്ന്. എന്തോ ഒരു മുള്ളു വലി വൈദ്യൊക്കെ ഇങ്ങനെ ഇടുന്ന പോലെ വല്ലാത്ത ഓതരും വല്ലാത്ത തപ്പിപ്പറക്ക ഇങ്ങനെ ഇങ്ങനെ തപ്പ ഖുർആൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് ഖുർആൻ ഇറങ്ങിയ മാസം, ഈ മാസം ഒരു ഖത്തമെങ്കിലും ഈ സദസ്സിലിരിക്കുന്ന സർവ്വരും ഓതണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഈ പരിശുദ്ധമായ റമളാനിൽ ഇൻഷാ അല്ലാഹ് എനിക്ക് അള്ളാഹു ആയുസ് തന്നാൽ ഒരു ഖത്തം ഞാൻ ഓതും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് ഓതണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കൈപൊക്കുന്നവരൊക്കെ ഒന്ന് പൊക്കിക്കേ. ആമിനെ പൊക്കൂല, ഇത് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാൻ നിനക്കുള്ള പ്രതിഫലം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ പലരും കൈപൊക്കിയില്ല. അവര് ചോദിക്കുന്നു, ഉസ്താദ്, അവര് ചോദിക്കുക, ഉസ്താദ് ഓതാൻ അറിയത്തില്ലല്ലോ, ഓതാൻ അറിയത്തില്ലല്ലോ. നിന്റെ അടുത്ത് ഓതാൻ ആര് പറഞ്ഞു? ഖുർആൻ എടുത്ത് നോക്കിയാലും പ്രതിഫലം കിട്ടുമെന്ന് നബിയനാ റസൂലുള്ളാഹി. 3 കാര്യങ്ങളിൽ നോക്കിയാൽ പ്രതിഫലം. ഇബാദത്തിന്റെ കൂലി നോക്കിയാൽ മതി 3 എണ്ണം. 1, ഖുർആൻ എടുത്ത് വെച്ചിട്ട് നോക്ക്, നീ ഓതണ്ട. ഖുർആൻ എടുത്ത് വെച്ചിട്ട് നീ നോക്ക്, നിനക്ക് ഓതാൻ അറിയത്തില്ല, നോക്കിക്കോ. ഇബാദത്തിന്റെ കൂലി അല്ലാഹു തരും. കണ്ണാടി വെച്ചിടക്കണ കാക്കാമാരുണ്ടല്ലോ. ഉസ്താദെ മോനിന് കണ്ണിന് കാഴ്ചയില്ല, ഉസ്താദെ ഉമ്മയ്ക്ക് കണ്ണിന് കാഴ്ചയില്ല. ഉമ്മ ഖുർആൻ നോക്കുമ്മ, ടിവിയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടാ കണ്ണിന്റെ കാഴ്ച അടിച്ചു പോകുന്നത്. അല്ലാഹു കാക്കുമാറാകട്ടെ. അപ്പൊ പഠിച്ചവനെ കണ്ണിന് ഓപ്പറേഷൻ. ചെറിയ കുട്ടികൾക്കൊന്നും കണ്ണിന് കാഴ്ച ശക്തിയില്ല, വലിയ പ്രയാസം. എന്തേ കാണുന്നേ? കൊച്ചി ടി വി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കല്ലോ. 1 മിനിറ്റ് തിന്നുമ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴും അപ്പം തന്നെ തിന്നുമ്പോഴും. പ്രായമുള്ളവരുടെ കാര്യം പോകട്ടെ, ചെറിയ കുട്ടികളുടെ കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടുന്നു, ഗ്ലാസ് വെക്കുന്നു. എന്തുകൊണ്ട്? അവൻ ബാത്റൂമിൽ ഇരുന്നാ കളിക്കുന്നത്. മറ്റേ യൂറോപ്പിന്റെ മുകളിൽ ഇരുന്നിട്ട് കളിക്കുക, ഗെയിം കളിക്കുക. അപ്പൊ വലിയ ടാബ്. പടച്ചവനെ, ചെറിയ ഞാൻ ഈ അടുത്തൊരു കുട്ടിയെ കണ്ടു. പഠിച്ചു, ഞാൻ നോക്കുമ്പോ എറിയുക ഇങ്ങനെ കാണിക്കുന്നു. ഞാൻ വിചാരിച്ചു എന്താ സ്ലേറ്റ് വല്ലായിരിക്കും, സ്ലേറ്റിൽ വല്ലതും വരച്ച് കളിക്കുമായിരിക്കും. പോയി നോക്കുമ്പോ ഗെയിം കളിക്കുക, അത്രയും വലിയ ടാബില്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുക, എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഖുർആനിൽ നോക്ക്, ഓതിയില്ലെങ്കിലും ഇബാദത്തിന്റെ കൂലി കിട്ടുമെന്ന് നബിയനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 2, ഉമ്മാടെ മുഖത്ത് പോയി നോക്ക്, ഉമ്മാടെ മുഖത്ത് നോക്ക്, ഇബാദത്തിന്റെ കൂലി. എവിടെ നോക്കാൻ? ഇരിക്കണ ഓരോ സഹോദരങ്ങളോടും ഞാൻ പറയുന്നു, നിങ്ങളുടെ മാതാപിതാക്കളെ നാളെ നിങ്ങൾ പോയി കാണണം. എന്തേ കാരണമെന്നറിയുമോ? ആദ്യമായിട്ട് നിന്നെ കുളിപ്പിച്ച് ഒരുക്കി പള്ളിയിൽ തറാവീഹ് നിസ്കരിക്കാൻ വിട്ടത് നിന്റെ ഉമ്മയാ. ചെറിയ പ്രായത്തിൽ നോമ്പ് പിടിക്കാൻ നിന്നെ പഠിപ്പിച്ചു. വെള്ളം ദാഹിച്ചപ്പോൾ ഉമ്മ ഇത്തിരി വെള്ളം കുടിക്കട്ടെ, വേണ്ട മോനെ നോമ്പാണെന്ന് പറഞ്ഞ് സ്നേഹത്തോടെ നിന്നെ താലോലിച്ച നിന്റെ ഉമ്മ, ആ ഉമ്മയെ നീ നാളെ പോയി നോക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് ഒരു ഫാത്തിഹയെങ്കിലും ഓതിയിട്ട് ദുആ ചെയ്യ്, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിനെ ഹൃദയത്തിൽ ചേർത്ത് പിടിക്കണം. ഒരു ഖത്തമെങ്കിലും ഇൻഷാ അല്ലാഹ് ഈ 30 ദിവസത്തിൻ്റെ ഇടയിൽ ഒരു ഖത്തം ഓതുമെന്ന് തീരുമാനിക്കുന്നവർ കൈബൊക്ക് പ്രതിഫലം പറഞ്ഞ് ദുആ ചെയ്യാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ,
ഉസ്താദേ, പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ഇൻഷാ അല്ലാഹ് ഞാനൊരു ഖത്തം ഓതുമെന്ന് തീരുമാനിച്ചവര്, ഏറ്റവും കുറഞ്ഞത് ഒരു ഖത്തം ഓതാമെന്ന് നിയ്യത്ത് ചെയ്തവര്, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവിന്റെ ഖുർആൻ ഓതാൻ അറിയുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട്, ചെറുപ്പക്കാരികളുണ്ട്, പെൺകുട്ടികളുണ്ട്. പക്ഷേ കൈവക്കാനുള്ള മനസ്സ് നിനക്കില്ലല്ലോ. പക്ഷേ പ്രായമുള്ള ഉമ്മമാര് കൈവക്കി. എന്റെ ഉപ്പമാര്, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എടാ ചെറുപ്പക്കാരാ, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താടാ? ഈ സദസ്സിലിരിക്കുന്ന ഓരോ ആണിനും പെണ്ണിനും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്തെന്ന് ചോദിച്ചാ, നമ്മുടെ ജീവിതത്തിൽ ഒരു അഭിലാഷമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഒരു അഭിലാഷമേ ഉള്ളൂ. അത് സ്വർഗത്തിൽ പോകണമെന്നല്ല, ഹജ്ജിന് പോകണമെന്നല്ല, ഉംറയ്ക്ക് പോകണമെന്നല്ല. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം എന്തെന്നറിയുമോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ അസ്റായിൽ എന്ന് പറയുന്ന മലക്കിനെ കാണുമ്പോ, ആകാശ ലോകത്ത് നിന്ന് മലക്കുൽ മൗത്ത് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്ന സമയമുണ്ടല്ലോ. അല്ലാഹ് കാലിന്റെ തള്ളവിരൽ മുതൽ റൂഹ് പിടിച്ച് മുട്ടുവരെ, അരവരെ, നെഞ്ചുവരെ, കഴുത്തുവരെ, അവസാനം ഈ തൊണ്ടക്കുടിയുടെ ഭാഗത്ത് മലക്കുകൾ മുഴുവനും റൂഹ് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാ. അവസാനം അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് ഈ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുമ്പോ, അവസാനമായിട്ട് അല്ലാഹു തന്ന നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു മരിക്കാനാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം. നല്ല മരണമാ, ഈമാനുള്ള മരണമാണ്, ഈമാനുള്ള മരണമാണ്. അങ്ങനെ ഒരു മരണം കൊതിക്കാത്തവരില്ല. ഈ ദുനിയാവിലെ എല്ലാവരും ആഗ്രഹിക്കുന്നതൊരു നല്ല മരണമാണ്. എങ്കിലെന്റെ കൈപൊക്കിയ ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്ക് തരുമടാ. ഈ പരിശുദ്ധമായ റമളാനിൽ ഒരു ഖത്തം ഓതി തീർക്കും ഉസ്താദ്. 30-40 കൊല്ലമായല്ലോ, ഇന്ന് വരെ ഒരിക്കൽ പോലും എന്റെ ജീവിതത്തിൽ ഞാൻ ഓതി തീർത്തിട്ടില്ല. ഈ 114 സൂറത്തുകൾ എനിക്ക് ഒരിക്കലെങ്കിലും ഓതണം ഉസ്താദ്. അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു നിങ്ങൾക്ക് നല്ല മരണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പെങ്ങളെ, നല്ല മരണമാണ്, നല്ല മരണമാണ്. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? മരിച്ചു കിടക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? പടച്ചവനെ, വെള്ള തുണികൾ അടിയിൽ ചിരിച്ചുകൊണ്ട് കിടക്കുന്ന എത്രയോ പേര് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതാ വീടിന്റെ അകത്ത് 3 കഷ്ടം തുണിയിലെ പുതച്ച് കിടത്തുമ്പോ, അതാ പടച്ചവനെ അവന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ള തുണി ഉയർത്തുമ്പോ ആ മനുഷ്യന്റെ മുഖത്തെ പ്രകാശം കണ്ട്, ആ പെണ്ണിന്റെ മുഖത്തെ പ്രകാശം കണ്ട്, എന്തൊരു ഗ്ലാമറാ അല്ലാഹ്, എന്തൊരു സൗന്ദര്യമാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിന്റെ ഭർത്താവിന് നിന്റെ സൗന്ദര്യമില്ലാത്തതിന്റെ പേരിൽ കൂടെ പോലും നീ കൊണ്ട് നടക്കില്ലല്ലോ. എപ്പോഴും നിന്റെ ഭർത്താവിനെ പരിഹസിക്കുമായിരുന്നല്ലോ, നിന്റെ ഭർത്താവിനെ കളിയാക്കുമായിരുന്നല്ലോ. നീ എനിക്കൊരിക്കലും ചേർന്നവളായിരുന്നില്ല എന്ന് ഭർത്താവിനോട് പറയുന്ന പെണ്ണ്. പക്ഷേ മരിച്ചു കിടന്നപ്പോ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചു കിടന്നപ്പോ ആ മുഖത്ത് നോക്കിയിട്ട് നീ തന്നെ പറഞ്ഞില്ലേ, എന്തൊരു ഗ്ലാമറാ അല്ലാഹ്. എന്റെ ഇക്കാടെ മുഖത്ത് എന്തൊരു പ്രകാശമായിരുന്നു, എന്റെ ഇക്കയുടെ മുഖം ഇങ്ങനെ ചുമന്ന് തുടുത്ത് കിടന്നല്ലോ, എന്തൊരു മഞ്ഞ നിറമായിരുന്നു അല്ലാഹ്. എന്റെ ഭർത്താവിന്റെ ചുണ്ടിൽ പുഞ്ചിരിയായിരുന്നു എന്ന് പറയുന്നത് നീ എത്രയോ മരിച്ചുപോയ ഭർത്താവിനെ കുറിച്ച് പറയുന്നവരുണ്ടല്ലോ. പെങ്ങളെ, നിന്റെ ഉമ്മ മരിച്ചു കിടന്നപ്പോ ചിരിച്ചത് വെറുതെയല്ല, നിന്റെ വാപ്പ ചിരിച്ചത് വെറുതെയല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഈ കൈപൊക്കിയവർക്ക് പടച്ചറബ് തരുന്ന രണ്ടാമത്തെ പ്രതിഫലം, അവരും മരിക്കുന്ന സമയത്ത് അവരുടെ മുഖത്ത് പ്രകാശമാ, അവരുടെ ചുണ്ടില് പുഞ്ചിരിയാണ്.
അവരുടെ മുഖത്ത് പ്രകാശം, അവരുടെ ചുണ്ടിൽ പുഞ്ചിരി കാണുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ പ്രതിഫലമാണ്. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഈ പള്ളിയുടെ മൂലയിലിരിക്കുന്ന മയ്യത്ത് കട്ടില് നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുമല്ലോ. ഈ പള്ളിയുടെ ഏതോ സൈഡിൽ പൊടിയടിച്ചിരിക്കുന്ന മയ്യത്ത് കട്ടില് നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുമല്ലോ. ഏതോ പണക്കാരന്റെയും വീട്ടിൽ കയറുമല്ലോ. ഏത് വാഹനം കയറാത്ത വീട്ടിലും കയറുന്ന വാഹനം മയ്യത്ത് കട്ടിലാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, 3 കഷ്ടം വെള്ളത്തുണിക്കകത്ത് പൊതിഞ്ഞു വെച്ചു ആ മയ്യത്ത് കട്ടിലിൽ എടുത്തു കിടത്തിയിട്ട് അതാ 6 പേരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മയ്യത്ത് ഈ പള്ളിയിലേക്ക് ചുമന്നുകൊണ്ടുവരുമല്ലോ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ചെറുപ്പക്കാരാ, ഇന്നിവിടെ ഇരുന്നിട്ട് ഉസ്താദേ, ഈ റമളാനിൽ ഒരു ഖത്തം ഓതാമെന്ന് തീരുമാനിച്ച നീ മരിച്ചെന്ന് കരുതുക. നിങ്ങളൊക്കെ മരിച്ചെന്ന് കരുതുക. നാളെ ഈ പള്ളിയിലേക്ക് നിങ്ങളുടെ മയ്യത്ത് ചുമന്നുകൊണ്ടുവരുമ്പോ ആര് ചുമക്കും മയ്യത്ത്? ആരാ നിങ്ങളുടെ മയ്യത്ത് ചുമക്കുന്നത്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതുമെന്ന് തീരുമാനമെടുത്ത ഉമ്മ കള്ളുകുടിയനല്ല, വ്യഭിചരിച്ച് നടക്കുന്നവനല്ല, പലിശ തിന്നുന്നവനല്ല, നമസ്കരിക്കാത്തവനല്ല, അല്ലാഹുവിന്റെ പള്ളിയിൽ കയറാത്തവനല്ല, പരിശുദ്ധമായ ഖുർആനൊന്ന് കൈകൊണ്ടുപോലും തൊടാത്തവനല്ല. ആര് ചുമക്കുമെന്നറിയുമോ? നിങ്ങൾ സാധാരണ വ്യക്തികളല്ല. പെങ്ങളെ, നിന്റെ മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോ ചുമക്കുന്നത് നിന്റെ മക്കളല്ല, നിന്റെ ഭർത്താവല്ല, നിന്റെ കൂടപ്പിറപ്പല്ല, നിന്റെ കുടുംബക്കാരല്ല. അല്ലാഹുവിന്റെ മലക്കുകൾ ചുമക്കും പെണ്ണേ. ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ. നിന്റെ മയ്യത്ത് ചുമക്കും വാപ്പാ. കാരണം എന്തെന്നറിയോ? നീ ഖുർആൻ ഓതിയവനാ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു. ആ സ്വഹാബിയുടെ ചരിത്രം വായിക്ക്. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയ വാപ്പ 40, 50, 60, 70 വയസ്സില്ലായിരുന്നു. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന് 36 വയസ്സേ ഉള്ളൂ. 30ാമത്തെ വയസ്സിലാണ് മുസ്ലിമായത്. 36ാമത്തെ വയസ്സിലാണ് ഷഹീദായത്. പടച്ചവനെ, 6 കൊല്ലമാ ഉമ്മ മുസ്ലിമായി ജീവിച്ചത്. വാപ്പ നിന്നെ പോലെ 50 കൊല്ലമൊന്നും ജീവിച്ചില്ല. 6 കൊല്ലം മുസ്ലിമായി ജീവിച്ച അതാ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്നും മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങി വാപ്പാ. ഈ ചെറുപ്പക്കാരൻ മരിച്ചപ്പോഴാണ് ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ എന്റെയും നിങ്ങളുടെയും പടച്ചറപ്പിന്റെ സിംഹാസനമുണ്ടല്ലോ. സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാണ്. മലക്കുകൾ കരയുകയാണ്. ഈ പ്രപഞ്ചത്തിലെ പല വസ്തുക്കളും കരയുകയാണ്. നിങ്ങൾ ചരിത്രമെടുത്ത് നോക്ക്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമാ, വല്ലാത്ത പുഞ്ചിരിയായിരുന്നു. എല്ലാവരും കരഞ്ഞപ്പോ സഅദ് തങ്ങൾ ചിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഖുർആൻ ഓതുന്നത് വെറുതെയല്ല. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ എവിടെന്ന് ചുമന്നുകൊണ്ട് വരുമ്പോ
അള്ളാന്റെ റസൂല് തള്ളവരൽ കുത്തിയിട്ട് നടക്കുകയാ. പ്രവാചകൻ അവിടുന്ന് തള്ളവരൽ കുത്തിയിട്ട് നടക്കുകയാണ്. അല്ലാഹുവേ, സ്വഹാബികൾ ചോദിക്കുകയാ, അല്ലാഹുവിന്റെ റസൂല് തള്ളവരൽ കുത്തിയിട്ട് നടക്കുന്നത് കണ്ടപ്പോ സ്വഹാബികൾ ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, എന്ത് പറ്റി നബിയേ? തള്ളവരൽ കുത്തിയിട്ട് നടക്കുന്നല്ലോ നബിയേ, എന്താണ് സംഭവമെന്ന് ലോകത്തിന്റെ നേതാവിനോട് ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, സ്വഹാബാ, നടക്കാ സ്ഥലമില്ല സഹാബാ. 70,000 മലക്കുകൾ ഇറങ്ങി വന്നിരിക്കുകയാ. 70,000 മലക്കുകൾ ഇറങ്ങി വന്നിരിക്കുകയാ. അത് കാരണം സ്ഥലമില്ല സഹാബാ, അത് കാരണം സ്ഥലമില്ല സഹാബാ. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, നിനക്കല്ല തരുന്ന പ്രതിഫലമാ, നിനക്കല്ല തരുന്ന പ്രതിഫലമാ. പടച്ചവനെ, അല്ലാഹു തരുന്ന അടുത്ത പ്രതിഫലം എന്തെന്നറിയുമോ? ഈ പള്ളിപ്പറമ്പില് കബറ് കുഴിക്കുന്ന മനുഷ്യനെ നിനക്കറിയുമെങ്കിൽ, ഈ നാട്ടില് കബറ് കുടിക്കുന്ന മനുഷ്യനെ നിനക്കറിയുമെങ്കിൽ, ആ മനുഷ്യനോട് ചോദിക്കൂ, ആരെയെങ്കിലും കബറടക്കുന്നതിന് വേണ്ടി കബറ് കുടിച്ചപ്പോ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട വാപ്പാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത നീയുണ്ടല്ലോ, നിന്നെ കബറടക്കുന്നതിന് വേണ്ടി കബറ് കുടിക്കുമ്പോ മണ്ണിന് പോലും സുഗന്ധമാ. എന്റെ പ്രിയപ്പെട്ടവരെ, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയെ കബറടക്കുന്നതിന് വേണ്ടി അവിടുന്ന് കബറ് കുടിക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധമാ, മണ്ണിന് വല്ലാത്ത സുഗന്ധമാ. പടച്ചവനെ, കബറ് കുടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, കബറിന്റെ പണിയങ്ങ് പൂർത്തിയായി കഴിയുമ്പോ ഒരു പിടി മണ്ണ് വാരിയിട്ട് മടിയിൽ വെക്കുകയാണ്, ആരും കാണാതെ. കബറിന്റെ അടിയിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരി മടിയിൽ വെക്കുകയാ. വീട്ടിൽ ചെന്ന് നോക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധമാണ്, മണ്ണിന് വല്ലാത്ത സുഗന്ധമാണ്. പടച്ചവനെ, കബർ കുടിച്ച മനുഷ്യനുണ്ടല്ലോ, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വപ്നം കാണുകയാണ്. അവിടുന്ന് സഅദ് തങ്ങളെ സ്വപ്നം കാണുകയാണ്. അവിടുന്ന് ചോദിക്കുന്നു, സഅദേ, നീ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയല്ലോ, നിന്റെ മയ്യത്ത് കബറടക്കാ 70,000 മലക്കുകൾ കടന്നു വന്നല്ലോ, മണ്ണിന് പോലും സുഗന്ധമായിരുന്നല്ലോ. എങ്ങനെയാണ് ഈ പ്രതിഫലം കിട്ടിയത്? എങ്ങനെയാണ് ഈ പ്രതിഫലം കിട്ടിയത്? ആ സമയത്ത് അവിടുന്ന് സഅദ് തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, ഞാൻ ഓതിയ ഖുർആനിന്റെയും ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പിന്റെയും പ്രതിഫലമാ. അവിടുന്ന് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നാളെ മുതൽ ഫർള് നോമ്പാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസമാ. അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു. നാളെ മുതൽ സീരിയൽ വേണ്ട, നാളെ മുതൽ സിനിമ വേണ്ട, നാളെ മുതൽ ആഘോഷം വേണ്ട. ടിവിയുടെ ഫ്രണ്ടിലിരുന്ന് കരയുന്ന ഉമ്മ, പ്രായമായില്ലേ ഉമ്മ, മുടി നരച്ചില്ലേ ഉമ്മ, ഒരുപാട് രോഗമായില്ലേ ഉമ്മ, മരണം എപ്പോഴെവിടെ വെച്ച് വേണമെങ്കിലും കടന്നു വരുമല്ലോ. സീരിയലിന്റെ നായികയെ കണ്ട് പഠിക്കുന്ന യുവത്വമേ, ഇന്നത്തെ യുവതലമുറയോട്, എന്റെ പ്രിയപ്പെട്ട പെമ്മക്കൾക്ക് ഞാനൊരു പെണ്ണിനെ പറഞ്ഞു തരാ. നിന്നെ പോലെ വിചാരമുള്ള പച്ചയിറച്ചിയുള്ള, നിന്നെക്കാലം കാണാനഴകുള്ള, മോഹങ്ങളും സ്വപ്നങ്ങളുമായി കഴിഞ്ഞിരുന്ന ഒരു പെണ്ണുണ്ട്, മഹ്ദി നഫീസത്തുൽ മിസ്രിയ. ഒരിക്കലെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ടോ? നഫീസത്തുൽ മിസ്രിയയുടെ ചരിത്രം അറിയുമോ?
നഫീസത്തുമാല വായിച്ചു നോക്കൂ പെങ്ങളെ, നിന്നെ പോലെ ഒരു പെണ്ണായിരുന്നില്ലേ. മിസ്റിലെ പെണ്ണിന്റെ ഗ്ലാമർ വേറെ ആർക്കാ ഉള്ളത്? മിസ്റിന്റെ രാജകുമാരിയല്ലേ. ഇന്നും പോയി പെണ്ണെ മിസ്റിലേക്ക് പോയി നോക്ക്, ഈജിപ്തിലേക്ക് പോയി നോക്ക്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ ഖബറിന്റെ മുകളില് മനോഹരമായ പൂക്കളാ, വില കൂടിയ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു ഖബറുകാടാ. ആ നഫീസത്തുൽ മിസ്രി ആരെന്നറിയുമോ? അല്ലാഹുവേ, പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഒരു വഅദിന്റെ സദസ്സിലിരുന്നിട്ട് പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയാ. പ്രസംഗിക്കുന്ന മഹാൻ അവിടുന്ന് ഖുർആനിലെ ഒരു സൂറത്ത് ഓതുകയാണ്. അൽഹാകുമുത്തകാസുറു ഹത്താ സുറുത്തുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ ഖുർആൻ ഓതിയിട്ട് അർത്ഥമങ്ങ് പറയുമ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല പിടഞ്ഞ് താഴെ വീഴുകയാണ്. അവിടുത്തെ ബോധമങ്ങ് നഷ്ടപ്പെടുകയാണ്. ഒരൊറ്റ സൂറത്ത് കേട്ടപ്പോ ഖബറിനെ കുറിച്ച്, ഖബറിന്റെ അദാബുകളെ കുറിച്ച്, ഖബറിന്റെ വിചാരണയെ കുറിച്ച്, ആ പള്ളിപ്പറമ്പിലെ ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ നഫീസത്തുൽ മിസ്രിയുടെ ബോധമങ്ങ് നഷ്ടപ്പെടുകയാണ്. അവസാനം അവിടെ നിന്ന് ബോധം വന്നപ്പോ കരഞ്ഞുകൊണ്ടോടുകയാ. തന്റെ വീടിന്റെ അകത്തേക്ക് ഓടുകയാണ്. എന്നിട്ട് ചെയ്തതെന്തെന്നറിയുമോ? അതാ മണ്ണ് കുടിക്കുന്ന ഒരു ആയുധം എടുത്തുകൊണ്ട് വരികയാണ്. അന്ന് വരെ നമസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസല്ലയെടുത്ത് മാറ്റുകയാ. എന്നിട്ട് ആരും കാണാതെ വീടിന്റെ അകത്തൊരു ഖബറ് കുഴിക്കുകയാ. കഴിയുമോ പെങ്ങളെ? ഖബറ് കുടിക്കാനുള്ള ധൈര്യമുണ്ടോ? ഖബറ് കാണാനുള്ള ധൈര്യമുണ്ടോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ ആരും കാണാതെ വീടിന്റെ അകത്തൊരു ഖബറ് കുഴിക്കുകയാണ്. പടച്ചവനെ, പകലല്ല രാത്രിയിലാ കുഴിക്കുന്നത്. പകല് മുഴുവനും നോമ്പാ, രാത്രിയിൽ ഖബറ് കുഴിക്കുകയാ. അങ്ങനെ ദിവസങ്ങളോളം നീണ്ടുകയാണ്. അവസാനം ഖബറ് കുടിച്ചു കഴിഞ്ഞപ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല ഓടിച്ചെന്ന് ഉളുവെടുക്കുകയാണ്. അവിടെ നിന്ന് ഉളുവെടുത്തിട്ട് മുസല്ലയും ഖുർആനും എടുത്തുകൊണ്ട് ഖബറിന്റെ അകത്തിറങ്ങുകയാ. അല്ലാഹുവേ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല ഖബറിന്റെ അകത്ത് മുസല്ല വിരിച്ചിട്ട് 10,000 റക്അത്ത് നിസ്കരിച്ചു. 10,000 റക്അത്ത് ഖബറിന്റെ അകത്തിരുന്നിട്ട് നഫീസത്തുൽ മിസ്രിയ നിസ്കരിക്കുകയാ. അതുമാത്രമല്ല, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുക്കുകയാണ്. ഖബറിന്റെ അകത്തിരുന്ന് ഖത്തമോതുകയാണ്. ഖബറിന്റെ അകത്തിരുന്ന് ഖത്തമോതുകയാണ്. എത്ര എണ്ണമാ ഓതിയതെന്നറിയുവോ? 6,000 ഖത്തമാ. 60 വയസ്സുള്ള, 50 വയസ്സുള്ള, 40 വയസ്സുള്ള ഉമ്മ ജീവിതത്തിൽ ഒരെണ്ണം ഓതിയിട്ടുണ്ടോ ഉമ്മ? വാപ്പാ, ഒരെണ്ണം ഓതിയിട്ടുണ്ടോ വാപ്പാ? നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ ഖബറിന്റെ അകത്തിരുന്ന് 6,000 ഖത്തം ഓതുകയാണ്. പടച്ചവനെ, എന്നും നോമ്പാണ്, രാത്രി മുഴുവനും ഉറക്കമില്ല, ഇബാദത്താണ്. പടച്ചവനെ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല ഉറക്കമുടിഞ്ഞിട്ട് കണ്ണ് മുഴുവനും കറുക്കുകയാണ്. കണ്ണിന്റെ താഴ്ഭാഗം മുഴുവനും കറുക്കുകയാണ്. എല്ലും തോലുമാവുകയാണ്. പടച്ചവരെ, രോഗം പിടിച്ച് കിടക്കുകയാണ്. ആ സമയത്ത് നഫീസത്തുൽ മിസ്രിയ കുടുംബക്കാര് വന്ന് അവിടെ നിന്ന് ചോദിക്കുന്നു, നഫീസ, എന്തിനാ എല്ലാ ദിവസവും നോമ്പ് പിടിക്കുന്നത്? നിനക്കൊന്ന് ഇടവിട്ട് നോമ്പ് പിടിച്ചുകൂടെ?
നിനക്കൊന്ന് ഉറങ്ങിക്കൂടെ? എന്തിനാ ഇങ്ങനെ ഉറക്കമൊടിയുന്നത്? നീ കറുത്തുപോയി നഫീസ, കണ്ണു കുടിഞ്ഞു പോയി നഫീസ, ഇങ്ങനെ നീ കിടന്നാ മരിച്ചു പോകും നഫീസ. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹയോട് തന്റെ കുടുംബക്കാര് ചോദിച്ചപ്പോ അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? സ്വന്തം കൈകൊണ്ട് കബർ കുടിച്ച് കബറിന്റെ അകത്തിറങ്ങിയിരുന്ന് നിസ്കരിച്ച് ഖുർആൻ ഓതിയിട്ട് 30 കൊല്ലം അല്ലാഹുവോട് ദുആ ചെയ്തതെന്തെന്നറിയോ? മരിക്കുമ്പോ നോമ്പുകാരിയാക്കി മരിപ്പിക്കണേ അല്ലാ. ഡോക്ടർ ആകണമെന്നില്ല, എഞ്ചിനീയർ ആകണമെന്നില്ല, ടീച്ചർ ആകണമെന്നല്ല, IPS കാരി ആകണമെന്നല്ല. 30 കൊല്ലം നിന്നെ പോലെ ഒരു പെണ്ണ് ഖുർആൻ ഓതിയിട്ട് കബറിന്റെ അകത്ത് ഇറങ്ങിയിരുന്ന് നിസ്കരിച്ചിട്ട് അല്ലാഹുവോട് ചോദിച്ചത് 2 കാര്യമാ. അല്ലാഹുവേ, മരിക്കുമ്പോ നോമ്പുകാരിയാക്കി മരിപ്പിക്കണേ അല്ലാ. രണ്ടാമത്തെ മോഹം എന്തെന്നറിയുമോ? ഖുർആനോദി മരിപ്പിക്കണം തമ്പുരാര്, എനിക്ക് ഖുർആനോദിയിട്ട് മരിക്കണം തമ്പുരാര്. വന്നവർ മുഴുവനും നിറകണ്ണുകളോടെ തിരിച്ചു പോവുകയാ. പെങ്ങളെ, അവസാനം നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹയുടെ മരണമടുത്തു വരുമ്പോ മഹ്ദി പോയിട്ട് കുളിക്കുകയാണ്. അവിടെ നിന്ന് നല്ലതുപോലെ കുളിച്ചു. എന്നിട്ട് കഫൻ തുണിയും എടുത്തു കൊണ്ടുവന്ന് കബറിന്റെ ചാരത്ത്, സ്വന്തം കൈകൊണ്ട് കുടിച്ച കബറിന്റെ ചാരത്ത് കഫൻ തുണിയും വിരിച്ചിട്ട് കിടക്കുകയാ. അതാ വരുന്നു മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാ. കടന്നു വന്നു. നഫീസ, അല്ലാഹു നിന്നോട് സലാം പറഞ്ഞിരിക്കുന്നു നഫീസ. മലക്കുകൾ അവിടെ നിന്ന് സലാം പറഞ്ഞുകൊണ്ട് കടന്നു വരികയാ. നിങ്ങളെ ആഗ്രഹിച്ചതുപോലെ മരിക്കുന്ന ദിവസം നോമ്പുകാരിയാണ്, മരിക്കുന്ന ദിവസം നോമ്പുകാരിയാ. 30 കൊല്ലം അല്ലാഹുവോട് ചോദിച്ചിട്ട് വാങ്ങിയതാ. അല്ലാഹുവേ, മലക്കുകൾ റൂഹ് പിടിക്കുകയാണ്, മലക്കുകൾ റൂഹ് പിടിക്കുകയാണ്. ആ സമയത്ത് നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് സ്വർഗ്ഗത്തിന്റെ ആയത്ത് ഓതുകയാ. സ്വർഗ്ഗത്തിന്റെ ആയത്ത് ഓതുകയാ. 30 കൊല്ലം അല്ലാഹുവോട് ദുആ ചെയ്തിട്ട് നേടിയെടുത്തതാ. അവിടുന്ന് പടച്ചവനെ ഖുർആൻ ഓതുകയാണ്, അവിടുന്ന് ഖുർആൻ പാരായണം ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മരണവേദന സഹിക്കാൻ കഴിയാതെ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹു പിടയുമ്പോ മലക്കുകൾ ചോദിക്കുകയാ, എന്തിനാ നഫീസ കരയുന്നത്? എന്തിനാ പേടിക്കുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മലക്കുകൾ അവിടുന്ന് സമാധാനിപ്പിക്കുകയാ, അവരവിടുന്ന് സാന്ത്വനപ്പെടുത്തുകയാ, അവിടുന്ന് സന്തോഷിപ്പിക്കുകയാ. വഅബ്ശിറൂ ബിൽ ജന്നാ, സ്വർഗ്ഗം അവിടുന്ന് കാണിച്ചു കൊടുക്കുകയാണ്, സ്വർഗ്ഗം അവിടുന്ന് കാണിച്ചു കൊടുക്കുകയാ. അതുകൊണ്ടാണ് മഹ്ദി മരണപ്പെട്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആനിനെ നിങ്ങൾ സ്നേഹിക്കണേ. ഈ റമളാനിൽ ഒരു ഖത്തമോദണ്, ഈ റമളാനിൽ ഒരു ഖത്തമോദണ്. കരുണക്കടലായ അല്ലാഹ് ആരെല്ലാം ഈ സദസ്സിലിരുന്നു കൊണ്ട് ഖുർആൻ ഓതാൻ തീരുമാനിച്ചോ
അവർക്ക് നല്ല മരണം കൊടുക്കണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം കൊടുക്കണേ അല്ലാ. വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. 40 പേര് നല്ലത് പറയുന്ന മരണം കൊടുക്കണേ അല്ലാ. ആ ഖുർആൻ നാളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.